നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡ് ഉപയോഗിക്കുന്ന 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നിർബന്ധമായിട്ടും ഏപ്രിൽ 15 മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, തങ്ങൾ നുണ പറയുകയാണെന്ന് പല കാര്യങ്ങളും കമന്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഇന്നുള്ള അറിയിപ്പുകളായിരിക്കില്ല നാളത്തെ അറിയിപ്പുകൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് ആധാർ കാർഡിലെ അപ്ഡേഷനും ആധാർ കാർഡിലെ കാര്യങ്ങളുമെല്ലാം. എങ്കിലും ഇപ്പോഴും ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ കാര്യം നോക്കാൻ പോകുന്നത് ആധാറിലെ പേരാണ്. ആധാറിലെ പേര് തിരുത്തുക എന്നുള്ളത് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഏപ്രിൽ 15 കഴിഞ്ഞാൽ അതൊന്നുകൂടെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇപ്പോൾ ആധാർ കാർഡിൽ പേരിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. നമ്മുടെ SLC ബുക്ക്, പാസ്പോർട്ട്, പാൻ കാർഡ് പോലത്തെ കേന്ദ്ര സർക്കാർ അംഗീകൃത രേഖകൾ വെച്ച് നമുക്ക് ആധാറിലെ പേര് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്പോർട്ടിന് മിനിമം 6 മാസമെങ്കിലും വാലിഡിറ്റി ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് ഇപ്പോൾ പാസ്പോർട്ട് ഒരു രേഖയിൽ സർക്കാർ കണക്കാക്കുന്നുള്ളത്. അതുപോലെ തന്നെ പാൻ കാർഡിൽ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള പാൻ കാർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പാൻ എടുത്തത് പറ്റില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാറിലെ ഫോട്ടോ. നമുക്കറിയാം, ഇനി മുതൽ പെൻഷൻ മസ്റ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആധാർ അനിശ്ചിതമാക്കി മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയായിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ ആധാറിലെ ഫോട്ടോ ഏറ്റവും പുതിയതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, 35 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. അവർ പഴയ ചെറുപ്പത്തിലെടുത്ത ഫോട്ടോ ആധാറിൽ ഉണ്ടായിരുന്നെങ്കിൽ നിർബന്ധമായിട്ടും അവർ മാറ്റുക. സർക്കാരിൻ്റെ ഒരുപാട് സേവനങ്ങൾക്ക് ഇപ്പോൾ ആധാറിലെ ഫോട്ടോ, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള മസ്റ്ററിംഗ് പോലത്തെ കാര്യങ്ങളുണ്ട്. നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാറിലെ ഫോൺ നമ്പർ. ഇത് മുതിർന്ന ആളുകളാണ് ഇതും ശ്രദ്ധിക്കാതിരിക്കുന്നത്. നിർബന്ധമായിട്ടും ആധാറിലെ മൊബൈൽ നമ്പർ മാറ്റാനുള്ള അപേക്ഷ സമർപ്പിക്കുക. നമ്മുടെ അക്കൗണ്ടിലുള്ള പണം എടുക്കാൻ വരെ ആധാറിലെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആധാറിൽ ഉപയോഗിച്ച മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന OTP മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കരുത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡേറ്റ് ഓഫ് ബർത്ത്. നമ്മൾ ആധാർ എടുക്കുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് അതൊരു രേഖയെ കണക്കാക്കാത്തത് കൊണ്ട് തന്നെ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരുന്നില്ല. ഏകദേശം വർഷം കണക്കാക്കി ജനനവർഷം മാത്രമാണ് അന്ന് കൊടുത്തിരുന്നത്. അതിനുശേഷം 1-1 കണക്കാക്കി ആ ജനനവർഷം മാത്രം കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ അത് ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിർബന്ധമായിട്ടും ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്തുകൾ തിരുത്താൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏപ്രിൽ 15 മുതൽ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ അക്ഷയയിൽ തിരക്ക് കുറവുള്ള സമയമാണ്. ഏപ്രിൽ 15 ശേഷം സ്കൂൾ അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അക്ഷയയിൽ നല്ല തിരക്കായിരിക്കും. അതിനു മുമ്പ് തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.